പ്രവാസികൾക്ക് സന്തോഷ വാർത്ത നൽകിയ അബുദാബി. ദുബായിയുടെ ആ അറിയിപ്പിന് പിന്നാലെ അബുദാബിയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഏറെ നാളായുള്ള സന്ദർശക വിസക്കാരുടെ കാത്തിരിപ്പിന് ഫലം ലഭിച്ചു. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സന്ദർശക വിസക്കാർക്കും അബുദാബിയിലേക്ക് വരാമെന്ന് അബുദാബി ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും അല്ലാത്തവർക്കും വരാൻ സാധിക്കും. വാക്സിൻ എടുക്കാത്ത സന്ദർശക വിസക്കാർക്കും നിബന്ധനകളോടെ പ്രവേശനാനുമതി നൽകും. ഞായറാഴ്ച മുതൽ പുതിയ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരും. ഇന്ത്യ ഉൾപ്പെടെ ഗ്രീൻ ലിസ്റ്റിൽ ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വാക്സിൻ എടുക്കാത്ത റെസിഡൻസ് വിസക്കാർക്കും സന്ദർശകരും 10 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. അബുദാബി വിമാനത്താവളത്തിലെത്തുമ്പോൾ PCR പരിശോധന നടത്തുന്നതിന് പുറമെ 9ാം ദിവസവും പരിശോധിക്കണം. അതേസമയം വാക്സിൻ എടുത്തവർക്ക് 7 ദിവസം ക്വാറന്റൈൻ മതി. 6ാം ദിവസം PCR പരിശോധന നടത്തണം. നേരത്തെ വാക്സിൻ എടുത്തവർക്ക് 10 ദിവസവും വാക്സിൻ എടുക്കാത്തവർക്ക് 12 ദിവസവുമായിരുന്നു ക്വാറന്റൈൻ. പുതിയ നിബന്ധന പ്രകാരം ഇത് യഥാക്രമം 7-10 ദിവസമായി ചുരുക്കി. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാർക്കുള്ള നിബന്ധനകളിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തി അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് കമ്മിറ്റി. ഇന്ന് ഓഗസ്റ്റ് 15 മുതലാണ് പുതിയ മാറ്റങ്ങൾ നിലവിൽ വരിക. പുതിയ മാർഗനിർദ്ദേശപ്രകാരം ഗ്രീൻ പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അബുദാബിയിൽ ക്വാറന്റൈൻ ഒഴിവാക്കിയിരിക്കുന്നു. അവർ അബുദാബിയിലെത്തിയ ഉടനെയും 6ാം ദിവസവും RT-PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തണം. വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും ഈ നിബന്ധനകളിൽ മാറ്റമില്ല. ഗ്രീൻ പട്ടികയിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വാക്സിൻ എടുത്ത യാത്രക്കാർ എമിറേറ്റിലെത്തിയ ഉടനെയും 6ാം ദിവസവും 9ാം ദിവസവും PCR ടെസ്റ്റ് നടത്തണം. അതോടൊപ്പം 7 ദിവസം ക്വാറന്റൈനിൽ കഴിയുകയും വേണം. എന്നാൽ വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ 10 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.